ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കിങ്ങിണിമോളുടെ ഒരു ചെറിയ കഥ കേട്ടാലോ? മനോഹരൻ കുഴിമറ്റം എഴുതിയ കാട്ടിലെ കൂട്ടുകാർ. കേട്ടുനോക്കാം. കിങ്ങിണിമോൾ താമസിക്കുന്ന ഗ്രാമം എത്ര സുന്ദരമാണെന്നോ! വീടിന് കിഴക്ക് കുറച്ച് ദൂരെയായി ഒരു കാടും അതിനെ ചുറ്റി ഒരു പുഴയുമുണ്ട്. പുഴയെന്നു പറഞ്ഞാൽ ഇപ്പോൾ വെള്ളം തീരെ കുറവാണ്. ആർക്കും പുഴയ്ക്ക് അക്കരെ ഇക്കരെ നടന്നു പോകാം. മുമ്പ് തെളിനീരൊഴുകുന്ന പുഴയായിരുന്നത്. വേനൽ കടുത്തപ്പോൾ വല്ലാതെ വറ്റിപ്പോയി. കിങ്ങിണിമോളുടെ ഇപ്പോഴത്തെ കളി ഈ പുഴയിലാണ്. ഒപ്പം ഓടിക്കളിക്കാൻ 2 കൂട്ടുകാരുമുണ്ട്. അതു കണ്ട് മുത്തശ്ശി പറയും, മോളെ, കാട്ടിലേക്കൊന്നും പോകരുതേ. ഇല്ല മുത്തശ്ശി. പക്ഷേ കൂട്ടുകാർ എപ്പോഴും കാട്ടിലേക്ക് പോകാൻ അവളെ നിർബന്ധിക്കും. അപ്പോൾ കിങ്ങിണി പറയും, ഇല്ല കൂട്ടുകാരെ, എനിക്ക് പേടിയാ അവിടേക്ക് പോകാൻ. നിങ്ങൾ പൊയ്ക്കോ. മുത്തശ്ശിയാണ് മോളെ പേടിപ്പിക്കുന്നത്. അവിടെ ചെന്നാൽ പല നിറമുള്ള പക്ഷികളുമുണ്ട്, നിറയെ മൃഗങ്ങളുണ്ട്, മാനം മുട്ടെ നിൽക്കുന്ന മരങ്ങളുണ്ട്. വള്ളികളിൽ ഊഞ്ഞാലാടുന്നത് ഞങ്ങൾ പഠിപ്പിച്ചു തരാം. വിശപ്പു തീർക്കാൻ എന്തു പഴങ്ങളുണ്ടെന്നോ! എല്ലാം കേട്ടപ്പോൾ കിങ്ങിണിമോളുടെ മനസ്സ് തുള്ളിച്ചാടി. പക്ഷേ മുത്തശ്ശി വിലക്കിയത് അവൾ ഓർത്തു. കിങ്ങിണിയുടെ മാതാപിതാക്കൾ വയലിൽ ജോലിക്ക് പോകും. അപ്പോൾ അവളെ നോക്കേണ്ട ചുമതല മുത്തശ്ശിക്കാണ്. സ്കൂൾ അടച്ചതുകൊണ്ട് കിങ്ങിണി കൂട്ടുകാരുമൊത്ത് കളി തന്നെയാണ്. അയൽപ്പക്കത്ത് കൂട്ടുകാരില്ല. പക്ഷേ കാട്ടിൽ നിന്ന് 2 പേരെ അവൾക്ക് ചങ്ങാതിമാരാക്കാൻ കിട്ടി. കൂട്ടുകാരെ കണ്ട് മാതാപിതാക്കൾ അവരെ ഓടിച്ചു വിട്ടു. എന്നാലും പാത്തും പതുങ്ങിയും അവർ കളിക്കാനെത്തും. ആ ഇടയ്ക്ക് കിങ്ങിണിയെ അച്ഛനമ്മമാർ ഒരു കല്യാണത്തിന് കൊണ്ടുപോയി. വിവാഹ വീട്ടിൽ കുറേ കുട്ടികൾ തൊടിയിലെ മരത്തിൽ കെട്ടിയ ഊഞ്ഞാലിലാടുന്നത് അവൾ കണ്ടു. കൗതുകത്തോടെ കിങ്ങിണിയും അവരോടൊപ്പം കൂടി. ഊഞ്ഞാലിൽ കയറി ആടാൻ അവർ അവളെ അനുവദിച്ചു. ഇത്തിരി നേരം ആടിയപ്പോൾ ചില കുട്ടികൾ അവർക്കും ആടണമെന്ന് പറഞ്ഞ് ബഹളം കൂട്ടി. ഊഞ്ഞാലിൽ നിന്നിറങ്ങിയ കിങ്ങിണി സങ്കടത്തോടെ മടങ്ങി. പെട്ടെന്ന് ഊഞ്ഞാലിൽ ആടിയ ഒരു കുട്ടി നിലത്തേക്ക് തെറിച്ചു വീണു. കയ്യും കാലും മുറിഞ്ഞ് രക്തമൊഴുകുന്നുണ്ടായിരുന്നു. എല്ലാവരും ഓടിക്കൂടി കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയി. കല്യാണം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ കിങ്ങിണി അച്ഛനോട് കെഞ്ചി പറഞ്ഞു, മുറ്റത്തെ മാവിൽ എനിക്കൊരു ഊഞ്ഞാല് കെട്ടിത്തരാമോ? എന്തു രസമാണെന്നോ ഊഞ്ഞാലാട്ടം. മോൾക്ക് ഊഞ്ഞാലൊന്നും വേണ്ട. ആ കുട്ടി വീണത് കണ്ടില്ലേ? അതിൻ്റെ കാര്യം മിണ്ടിപ്പോകരുത്. അതു കേട്ട് കിങ്ങിണി വിങ്ങിക്കരഞ്ഞു. എത്ര പറഞ്ഞിട്ടും അച്ഛൻ ഊഞ്ഞാൽ കെട്ടിക്കൊടുത്തില്ല. കൂട്ടുകാർ വന്നപ്പോൾ കിങ്ങിണി തൻ്റെ സങ്കടം പറഞ്ഞു. ഞങ്ങളിപ്പോൾ വരാം എന്നും പറഞ്ഞ് കൂട്ടുകാർ ഓടിപ്പോയി. കുറേ നേരം കഴിഞ്ഞ് നീളമുള്ള വള്ളിയുമായി കൂട്ടുകാരെത്തി. അവർ മാവിൽ ചാടി ചാടിക്കയറി. താഴത്തെ മരക്കൊമ്പിൽ ഊഞ്ഞാൽ കെട്ടിയിട്ട് ഇരുന്നാടാൻ ചെറിയ ഒരു പലകയും ശരിപ്പെടുത്തി. കൂട്ടുകാരിൽ ഒരാൾ ഇത്തിരി നേരം ഊഞ്ഞാലാടി. പിന്നെ കിങ്ങിണിയെ പിടിച്ചിരുത്തി പിന്നിൽ നിന്ന് ആട്ടാൻ തുടങ്ങി. അവർ വേഗത കൂട്ടിക്കൊണ്ടിരുന്നു. കിങ്ങിണി കിലുകിലേ ചിരിച്ചതു കണ്ട് കൂട്ടുകാർ സന്തോഷിച്ചു. അവളുടെ ശബ്ദം കേട്ട് മുത്തശ്ശി വന്നു നോക്കി. ഊഞ്ഞാലാടുന്ന കിങ്ങിണിയെ കണ്ട് മുത്തശ്ശിക്കും ആനന്ദമുണ്ടായി. കുറേ കഴിഞ്ഞ് കൂട്ടുകാർ പോയി. അച്ഛനും അമ്മയും ഉണ്ണാൻ വന്നപ്പോഴും കിങ്ങിണി ഊഞ്ഞാലാടുകയായിരുന്നു. അവർക്ക് ദേഷ്യമായി. ഇതാരാ കെട്ടിത്തന്നത്? എൻ്റെ കൂട്ടുകാരാ. എന്നിട്ട് എവിടെ അവർ? അച്ഛാ, അവർ ഇത്തിരി മുൻപ് പോയി. അച്ഛൻ അവളെയും കൂട്ടുകാരെയും ഒരുപാട് ശകാരിച്ചു. ഇനി അവർ ഇവിടെ വന്നാൽ അടിച്ചു ഓടിക്കുമെന്ന് അച്ഛൻ മുന്നറിയിപ്പ് നൽകി. കിങ്ങിണി സങ്കടത്തോടെ ഊഞ്ഞാലിൽ നിന്നിറങ്ങി. അവളുടെ ചുണ്ട് വിതുമ്പാൻ തുടങ്ങി. അപ്പോൾ കിങ്ങിണിയെ ചേർത്തു പിടിച്ച് മുത്തശ്ശി പറഞ്ഞു, നമ്മൾ മനുഷ്യർക്ക് കഴിയാത്തത് ഉറ്റ കൂട്ടുകാരായ കുരങ്ങന്മാർ ചെയ്തു കൊടുത്തു. നമ്മുടെ കുഞ്ഞിൻ്റെ സന്തോഷം തിരിച്ചറിഞ്ഞത് ആ സാധു മൃഗങ്ങളാണ്. അത് അവർ നിങ്ങൾക്ക് കാട്ടിത്തന്നു. ആ വാക്കുകൾ കേട്ട് അച്ഛനും അമ്മയും തല കുനിച്ചു നിന്നു. പിന്നെ കിങ്ങിണിയെ വാരിയെടുത്ത് ഊഞ്ഞാലിലിരുത്തി മെല്ലെ ആട്ടാൻ തുടങ്ങി. നല്ലൊരു നാടിൻ കഥ കേൾക്കാം.